everyone, it's me Savita Charles from Pothurans. നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടണിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. നമ്മൾ ഇന്ന് മുതൽ കാണുന്നതെല്ലാം തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പൊ അടുത്ത് തന്നെ നമ്മൾ പോയി പർച്ചേസ് ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ കളക്ഷനുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ വന്നിരിക്കുന്നത് നല്ല 60s by 60s ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ഹാൻഡ് ബ്ലോക്കിൽ ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് കാന്താവർക്കും കൂടി ഉള്ള ഫാബ്രിക്, പ്ലെയിൻ ഫാബ്രിക് അല്ല. നമ്മൾ കാന്താവർക്ക് തന്നെ ക്യാമ്പ്രിക് കോട്ടണിലൊക്കെ കൊണ്ടുവരാറുണ്ട്, അതായത് സ്ക്രീൻ പ്രിന്റിൽ ചെയ്തെടുക്കുന്ന ഡിസൈനിലൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആകുമ്പോൾ കുറച്ച് പ്രൈസ് ഹൈ ആയിട്ട് നിൽക്കും, എന്നാൽ തന്നെയും നമ്മളിത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മളിതിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 149 റുപ്പീസ് ഒരു മീറ്ററിന് 44 ഇഞ്ച് വിട്ടിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്യോർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിന്ന് കാണിക്കുന്നതെല്ലാം തന്നെ ബ്ലാക്ക് കളറിലേക്കാണ് വരുന്നത്. അതിനകത്ത് പോകുന്ന പ്രിന്റുകളാണ് ചേഞ്ച് ആയിട്ടുള്ളത്. അതുപോലെ ആ കാന്താവർക്കിന്റെ കളർ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളറാണ്. ആ സെയിം തന്നെയാണ് എല്ലാ ഫാബ്രിക്കിനകത്തും. അതിനകത്ത് പോകുന്ന പ്രിന്റിനാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാസി ലുക്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് പോകാനായിട്ട് പറ്റും. നമുക്ക് കണ്ടു നോക്കാം ഓരോന്നായിട്ട്. പിന്നെ ഇത് പ്യോർ കോട്ടൺ ഫാബ്രിക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കളർ ഗാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ബ്ലീഡ് ചെയ്യും. ഇത് പ്യോർ കോട്ടൺ, അതും ഹാൻഡ് ബ്ലോക്കിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പ്യോർ കോട്ടൺ എല്ലാം പ്യോർ കോട്ടൺ എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്, പക്ഷെ ക്യാമ്പ്രിക് ഒക്കെ ആവുമ്പോൾ സ്ക്രീൻ പ്രിന്റിൽ ചെയ്തതാവുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒരുപാട് അങ്ങ് ബ്ലീഡ് ചെയ്യില്ല. ഇത് പ്യോർ ഹാൻഡ് ബ്ലോക്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വാഷിന് മുമ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യമേ പറയാറുണ്ട്, ഇപ്പൊ കുറെ കാലമായിട്ട് പറയാറില്ല. ഒന്നുകൂടെ പറയാം. കളർ ഗാർഡ് നിങ്ങൾ ഏത് കമ്പനിയുടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. 3 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നമ്മൾ ഈ ഫാബ്രിക് പറയാ വാഷ്, ഇപ്പൊ ഡ്രസ്സ് ആണെങ്കിൽ ഇത് കുർത്തി ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്താലും നന്നായിരിക്കും. അപ്പൊ ചെയ്തിട്ടാണെങ്കിലും ഇത് അരമണിക്കൂർ ഇത് ഈ വെള്ളത്തിനകത്ത് മുക്കി വെക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം. അതിനുശേഷം അത് എടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ ഡിറ്റർജന്റ് വാഷ് നമ്മൾ ചെയ്യാവൂ. അപ്പൊ നമുക്ക് ഓരോ ഡിസൈൻസ് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ടും നമ്മൾ കുറച്ച് പ്രൈസ് റേഞ്ച് ഉണ്ട്, എങ്കിൽ തന്നെയും മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടു നോക്കാം. ഇപ്പൊ വന്നിരിക്കുന്നത് ബ്ലാക്കിനകത്തേക്ക് ഗ്രേ കളറിലും അതുപോലെ തന്നെ ഒരു യെല്ലോ കളറിലുമുള്ള പ്രിന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജയ്പൂർ കോട്ടൺസ് എല്ലാം തന്നെ ഒരു പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിന്റുകളിലാണ് വരാറുള്ളത്. അപ്പൊ കുറെ അധികം ഡിസൈൻസ് തന്നെ പ്ലാന്റും അതുപോലെ ഫ്ലവേഴ്സും അങ്ങനത്തെ ഒക്കെ ഡിസൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിന് ലൈനിങ് വേണ്ട, ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഗുഡ് ഫ്രൈഡേ അങ്ങനെയുള്ള ആ ഒരു ഒക്കേഷൻ ഒക്കെ വെയർ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു ചോയ്സ് ആണ് നമ്മളിപ്പോ കാണുന്ന ഈ ഫാബ്രിക്കിന്റെ ഡിസൈൻസും അതുപോലെ കളറും എല്ലാം തന്നെ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഇപ്പൊ കണ്ടതിന്റെ തന്നെ ഒരു റെഡ് കോമ്പിനേഷനിലേക്കാണ്. ആദ്യം കണ്ടത് യെല്ലോ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇത് റെഡ് ആണ് കേട്ടോ. പിന്നെ ഇത് ഹാൻഡ് ബ്ലോക്കിൽ ചെയ്യുമ്പോൾ ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തിരുന്നു, ഒരു 10 മീറ്ററിന്റെ ഓരോ താണായിട്ടാണ് നമുക്കിത് അവൈലബിൾ ആകുക. കാരണം അവരത് ടേബിളിനകത്ത് 10 മീറ്റർ ആണ് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ 10 മീറ്റർ ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും കേട്ടോ ഓരോ ഡിസൈനിനകത്ത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഡിസൈൻ വരുന്നത്. ഇത് ആക്ച്വലി മുകളിലോട്ട് പോകുന്ന പോലെ വെയർ ചെയ്യാം. ഞാനിത് ഫോൾഡിങ്ങിന്റെ ആ ഒരു വ്യത്യാസം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ താഴോട്ട് പോകുന്നതായിട്ട് തോന്നുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ എല്ലാം തന്നെ ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻ പോലെയാണ്. സെയിം ഫാബ്രിക് ആണ്, സെയിം കളർ വന്നിരിക്കുന്നത്. ആദ്യം കണ്ട ആ ഒരു യെല്ലോയും ഗ്രേയും കൂടെ ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്യുമ്പോൾ. ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രിന്റ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം കേട്ടോ, എപ്പോഴും കാണുന്ന ഒരു പ്രിന്റ് അല്ല. നെക്സ്റ്റ് വൺ സെയിം പ്രിന്റ് തന്നെ, ഓഫ് വൈറ്റും അതുപോലെ ഗ്രേയും കൂടെ. ആദ്യം കണ്ടത് യെല്ലോയും ഗ്രേയും ആയിരുന്നെങ്കിൽ ഓഫ് വൈറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന ആ ഒരു ഒക്കേഷൻ ഒക്കെ, അതായത് ഗുഡ് ഫ്രൈഡേ ആ ഒരു ഒക്കേഷൻ ഒക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ നല്ലൊരു ക്ലാസ് ലുക്കിലുള്ള കുർത്തികളൊക്കെ ചെയ്യാവുന്ന പാറ്റേണിൽ പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്. നെക്സ്റ്റ് വൺ കാണുന്നത് സെയിം പ്രിന്റ് തന്നെയാണ്, റെഡും ഗ്രേയും കൂടെയുള്ള കോമ്പിനേഷനിലേക്കാണ് ഇത് പോകുന്നത്. ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ത്രെഡ് കൗണ്ട് പറയുകയാണെങ്കിൽ 60s by 60s തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വേറൊരു ഡിസൈൻ ആണ്. നമ്മളൊരു മാംഗോ ഡിസൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലീഫ് പ്രിന്റ് ഒക്കെ പോലെ ഉള്ള ഒരു പാറ്റേണിലേക്കാണ് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ളത്. ഒരു ഗ്ലോസി ഫിനിഷിലേക്കാണ് ഈ ഫാബ്രിക്കിന്റെ ഫിനിഷിങ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇതെല്ലാം 10 മീറ്റർ താഴെ അല്ലെങ്കിൽ 10 മീറ്റർ കറക്റ്റ് ആയിട്ടുള്ള ഓരോ ബണ്ടിലുകളാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈ സെയിം പ്രിന്റ് തന്നെ റെഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇനി കാണുന്നത് ഈ സെയിം തന്നെ യെല്ലോയും ഗ്രേയും കൂടിയുള്ള കോമ്പിനേഷനിലാണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല ക്ലാസി ആയിട്ടുള്ള ഡിസൈൻസും ആണ്. അതുപോലെ തന്നെ ആ ഫാബ്രിക് ആയാലും അതിനകത്ത് പോകുന്ന ആ ഒരു കാന്താവർക്ക് ആയാലും എല്ലാം അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 149 റുപ്പീസ് ഒരു മീറ്ററിനാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ്
പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവര് 8891060255 കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള വീഡിയോസ് കുറെ പേരൊക്കെ കമന്റ് ചെയ്യണ കണ്ടിരുന്നു, എന്താ ഒരു വീഡിയോ ആക്കി, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വന്നു പോയതാണ്. ഇനി നമ്മൾ എല്ലാ ദിവസവും പഴയതുപോലെ തന്നെ 2 വീഡിയോയും റണ്ണിങ്ങും അതുപോലെ തന്നെ കുർത്തി, സൽവാർ സെറ്റ് എല്ലാം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.